അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് പേജ് സെറ്റപ്പ് എന്ന് നോക്കാം. ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ പേജ് സെറ്റപ്പ് കിട്ടുന്നത് ഫയൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് പേജ് സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ നേരത്തെ കണ്ടതുപോലെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഈ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ വശത്തും ചേഞ്ച് ചെയ്യണോ അതൊരു പെർട്ടിക്കുലർ വശത്താണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും മാർജിൻ, ടോപ്പിലുള്ള മാർജിൻ എത്ര വേണം, ബോട്ടത്തിലുള്ള മാർജിൻ എത്ര വേണം, ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ കണ്ട അതേ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക്. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് പേജിൻ്റെ കളറിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കറുപ്പാണ് അല്ലെ വൈറ്റ് ആണ് സാധാരണ എടുക്കാറ്. ഇപ്പോൾ കറുപ്പാണ് എടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കറുപ്പ് എടുത്തു. ഇനി അത് നമുക്ക് ജസ്റ്റ് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്യാൻ ജസ്റ്റ് കൺട്രോൾ മൈനസ് അമർത്തിയാൽ മതി. കൺട്രോൾ മൈനസ് അമർത്തി സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ബട്ടണും സെറ്റ് ആസ് ഡിഫോൾട്ട് എല്ലാം കിട്ടും. സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇനി മുതൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇനി മുതൽ നിങ്ങൾ ഗൂഗിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. സെറ്റ് ആസ് ഡിഫോൾട്ട് എടുക്കാതെ ജസ്റ്റ് ഓക്കെ അടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ റൈറ്റ് അപ്പ് ഫുള്ള്, റൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഫുള്ള് ബ്ലാക്ക് ആയിട്ട് മാറും. ഇനി അത് തിരിച്ചാക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ, പേജ് സെറ്റപ്പ് പോവുക, പേജ് കളർ ചേഞ്ച് ചെയ്യുക, വൈറ്റ് ആക്കുക, ഓക്കെ മറക്കുക. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ കണ്ട പോലെ പേജിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്, അതും പേജ് സെറ്റപ്പിൽ പോവുക. ഈ ടോപ്പിൽ പേജ് സൈസിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ലെറ്റർ സൈസ് അല്ലെങ്കിൽ A4 സൈസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. A4 സൈസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് A4 പേപ്പറിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ A4 സൈസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് നമ്മൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് അടുത്തത് റൂളർ ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് റൂളർ ഓപ്ഷൻ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഷോ റൂളർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേജിൻ്റെ ടോപ്പിലും ലെഫ്റ്റിലും റൂളർ ഓപ്ഷൻസ് കാണും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കോളംസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് 1 കോളം, 2 കോളം, 3 കോളംസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ വേർഡിൽ നമ്മൾ കണ്ടു 2 കോളം 3 കോളം എല്ലാം മാറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്കിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക, ഫുള്ളായി സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക, കോളം സെലക്ട് ചെയ്യുക, 2 കോളം വേണോ 3 കോളം വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇത് മാറും. നേരത്തെ നമ്മൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ റൂളറിലുള്ളത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. ഇതെല്ലാം സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഫോർമാറ്റിലുള്ളത്. ഓക്കെ, ഇനി ഈ പാരഗ്രാഫ് നമ്മൾ എഴുതിയിട്ടുള്ള ഇതിൻ്റെ ആ ലൈനുകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടണമെങ്കിൽ അതും ഫോർമാറ്റിൽ ഓപ്ഷൻ ഉണ്ട്. പാരഗ്രാഫിൻ്റെ സ്പേസ് കൂട്ടണമെങ്കിൽ, ലൈൻ പാരഗ്രാഫ് സ്പേസ് കൂട്ടണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് കൂട്ടും. അതായത് ഒരു ലൈനും വേറൊരു ലൈനും തമ്മിലുള്ള സ്പേസ് കൂട്ടണമെങ്കിൽ. ഇനി ഇതുപോലെ തന്നെ ഇത് ഏത് തരം ഇൻഡൻ്റ് ആണ്, ലെഫ്റ്റ് ഇൻഡൻ്റ് ആണോ റൈറ്റ് ഇൻഡൻ്റ് ആണോ എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ അതിലും ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ലെഫ്റ്റ് ഇൻഡൻ്റ്, റൈറ്റ് ഇൻഡൻ്റ് എന്ന് പറയുന്ന ഇത് സെലക്ട്. സെൻറ്റർ ഇൻഡൻ്റ് ആണെങ്കിൽ ഇതേപോലെയാണ് കാണുക. ഇനി അത് റൈറ്റ് ഇൻഡൻ്റ് ആകണമെങ്കിൽ അതേപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി അത് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ, ഒരേപോലെ ആക്കണമെങ്കിൽ അതും നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഈ പ്രവൃത്തി നമുക്ക് വേർഡിലും സാധിക്കും. മൈക്രോസോഫ്റ്റ് വേർഡിലും ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, ഹോം സെലക്ട് ചെയ്യുക. ഹോമിൽ ഇവിടെ ലെഫ്റ്റ് ഇൻഡൻ്റ് ഉണ്ട്, സെൻറ്റർ ഇൻഡൻ്റ് ഉണ്ട്, റൈറ്റ് ഇൻഡൻ്റ് ഉണ്ട്, ജസ്റ്റിഫൈ ഉണ്ട്. ഇപ്പോൾ സെൻറ്റർ ഇൻഡൻ്റ് ആണെങ്കിൽ ഇതേപോലെ ആകും, ജസ്റ്റിഫൈ ആണെങ്കിൽ ഫുൾ ജസ്റ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് കാണാം.